പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ഫോൺ അഡിക്ഷൻ. നമ്മുടെ സ്മാർട്ട് ഫോൺസ് എന്ന് പറഞ്ഞാൽ അമേസിങ് ടൂളാണല്ലേ. പക്ഷേ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചില ആളുകളെ ശ്രദ്ധിച്ചാൽ അവർ ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ടൈം പോകുന്നൊന്നും അവരറിയത്തേ ഇല്ല. അതുപോലെ തന്നെ അവർക്കൊന്നിലും ഒരു ഫോക്കസും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ ഫോൺ അഡിക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ബ്രേക്ക് ഫ്രീ ആവാനും അതുപോലെ നിങ്ങളുടെ ലൈഫിൻ്റെയും നിങ്ങളുടെ ടൈമിൻ്റെയും കൺട്രോൾ തിരിച്ചു പിടിക്കാനുമുള്ള 4 പ്രാക്ടിക്കൽ ടിപ്സാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ പോയിന്റ് നമ്പർ 1, യൂസ് യുവർ ഫോൺ ഫോർ യുവർ പർപ്പസ് ഓൺലി. അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം ചെയ്യുക. ഫോൺ അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻറ്റൻഷനലി ഫോൺ യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാനിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ കയ്യിലെടുത്തിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ചെക്ക് ചെയ്യാനാണോ, അതോ ഏതെങ്കിലും ഇമെയിലിന് റെസ്പോണ്ട് ചെയ്യാനാണോ, അതോ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാനാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗോളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഫോണും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അത് താഴെ വയ്ക്കുക. മൈൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ നിങ്ങളൊരു ക്ലിയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഓർക്കുക, ഫോൺ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അത് നമ്മുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ളതല്ല. പോയിന്റ് നമ്പർ 2, വാച്ച് യൂസ്ഫുൾ തിങ്സ് ഓൺലി. നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം കാണുക അല്ലെങ്കിൽ കേൾക്കുക. നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണുന്ന കണ്ടൻറ്റുകളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ തീർച്ചയായും സെലക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വാല്യൂ ആഡ് ചെയ്യുന്നതാണോ? നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വളരാനോ പഠിക്കാനോ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്നതാണോ? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഒന്ന് റീകൺസിഡർ ചെയ്യുക. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള, മോട്ടിവേഷണൽ ആയിട്ടുള്ള, പേഴ്സണൽ ഇൻട്രസ്റ്റ് അതുപോലെ ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുക. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ മോട്ടിവേറ്റ് ആവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന കാര്യങ്ങൾക്ക് നിങ്ങളൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുക. പോയിന്റ് നമ്പർ 3, ഓൺലി വാച്ച് 1 or 2 വീഡിയോസ് അറ്റ് എ ടൈം. തുടർച്ചയായിട്ട് 1 or 2 വീഡിയോസ് മാത്രം കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ നമ്പറുകളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ നിങ്ങളൊരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. 1 by 1 ആയിട്ട് കുറേ വീഡിയോസ് കണ്ട് ആ ഒരു ട്രാപ്പിലേക്ക് വീഴാൻ എളുപ്പമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഫോണിൽ ഓട്ടോ പ്ലേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തന്നെ ഈ ഒരു രീതിയിൽ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു സമയത്ത് നിങ്ങൾ 2ൽ കൂടുതൽ വീഡിയോ കാണാതെ ഇരുന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ക്രീൻ ടൈമാണ് കുറഞ്ഞു കിട്ടുന്നത്. സോ 1ാമത്തെയോ 2ാമത്തെയോ വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു ഹാബിറ്റാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്താണിപ്പോൾ കണ്ടതെന്ന്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമോ എന്ന്. ആകുമെങ്കിൽ ഗ്രേറ്റ്, അല്ലെങ്കിലോ ഒന്നുകൂടി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇറ്റ്സ് എ ടൈം ടു മൂവ് ഓൺ ടു സംതിങ് മോർ മീനിങ് ഫുൾ. സോ ലാസ്റ്റത്തെ 4ാമത്തെ പോയിന്റിലേക്ക് നോക്കാം. കീപ് യുവർ ഫോൺ അറ്റ് എ ഡിസ്റ്റൻസ് വൈൽ യു സ്ലീപ്പ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ ഫോണുമായിട്ടൊരു ഫിസിക്കൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക. കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഒന്ന് കൈയെത്തിയാൽ എടുക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ ഫോൺ അടുത്ത് വെച്ചിരിക്കും. പക്ഷേ അതൊരു തെറ്റായ പ്രവണതയാണ്. ഫോൺ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയും കൂടുതലായിരിക്കും. സോ ഫോൺ നിങ്ങളുടെ റൂമിലാണെങ്കിൽ കുറച്ച് ദൂരെയായിട്ടും അല്ലെങ്കിൽ മറ്റൊരു റൂമിലോ വയ്ക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്ന ആ ഒരു ടെംപ്റ്റേഷൻ കുറയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. മാത്രവുമല്ല, രാത്രി നന്നായിട്ട് ഉറങ്ങാനും അതുപോലെ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള മോർണിംഗിനും വേണ്ടി ഇത് നിങ്ങളെ സഹായിക്കും. സോ ലെറ്റ്സ് കം ടു ദ കൺക്ലൂഷൻ. ഫോൺ അഡിക്ഷനിൽ നിന്നും ബ്രേക്ക് ഫ്രീ ആവാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. നിങ്ങൾ ഈ 4 സ്ട്രാറ്റജീസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഫോൺ അഡിക്ഷനിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിക്കുന്നതാണ്. സോ പോയിന്റ്സ് ഒന്നുകൂടി പറയാം. റിമെമ്പർ ടു യൂസ് യുവർ ഫോൺ വിത്ത് ഇൻറ്റൻഷൻ, ചൂസ് വാല്യുബിൾ കണ്ടൻറ്റ് ആൻഡ് ലിമിറ്റ് യുവർ വീഡിയോ കൺസംഷൻ. അതുപോലെ തന്നെ കീപ് ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് വെൻ ഇറ്റ്സ് എ ടൈം ടു റെസ്റ്റ്.
സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ടൈം, എനർജി, ഫോക്കസ് എല്ലാം തന്നെ തിരിച്ചു കിട്ടും. അതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൽ കൂടുതൽ ആവശ്യമുള്ളത്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.